ഞങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് ഈ മെനോപോസ്? മെനോപോസ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചോദ്യങ്ങളുണ്ട്. ഇത് കൂടാതെ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം, പല പെണ്ണുങ്ങളടുത്ത് ഞാൻ കേട്ടതാണ്, മെനോപോസ് കഴിഞ്ഞാൽ ആ പെണ്ണിന് പിന്നെ പ്രണയിക്കാൻ പറ്റൂല, ആ പെണ്ണിന് സെക്സ് ചെയ്യാൻ പറ്റൂല. മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ പല കാര്യങ്ങളും നമ്മൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലക്ക്, ഒരു സ്ത്രീ എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താണ് ഈ മെനോപോസിനെ കുറിച്ച് പറയാനുള്ളത്? ആർത്തവം വന്നിട്ടുണ്ടോ, ആർത്തവം അവസാനിക്കുകയും ചെയ്യും. കുറച്ച് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ 50, 55, 56 വയസ്സ് വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് ആർത്തവം വിരമിക്കുന്നത്. 50 വയസ്സ് വരെയൊക്കെ സ്ത്രീകൾ പ്രസവിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഏജ് കുറച്ചും കൂടി മുന്നിലോട്ട് വന്നേക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ച് മുന്നത്തെ കാലഘട്ടത്തിൽ മോർട്ടാലിറ്റി റേറ്റ് അഥവാ ഒരാളുടെ ആയുസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 60, 65 വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അത് കുറച്ചുകൂടി മുന്നോട്ടായിട്ടുണ്ട്. അപ്പോൾ ആർത്തവം വിരമിക്കേണ്ട ഒരു പ്രായം 55, 56 നിൽക്കേണ്ട സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന പേഷ്യൻസ് 40 ആർത്തവം വിരമിക്കുന്നവരാണ്. നേരത്തെ ആർത്തവം വിരമിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഹോർമോൺ വ്യതിയാനങ്ങൾ അവരുടെ ശരീരത്തിൽ വരുന്നുണ്ട്. ആർത്തവം വിരമിച്ചോ ഈസ്ട്രജൻ ഇല്ല. ഈസ്ട്രജൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രേമം അവിടെ ഇല്ല. അപ്പം അത് ഒരു സ്ത്രീയെ പോലെ തന്നെ അവളുടെ ഹസ്ബൻഡ് അത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക തന്നെ വേണം. പിന്നെ ഒരു കുറച്ചുകൂടി നേരത്തെ ആർത്തവം വിരമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോമൺ ആക്കി കളയരുത്. ഒരു 40 അതൊന്നും ആർത്തവം വിരമിക്കേണ്ട ഒരു ഏജ് അല്ല. 45, 46, ഒരു 50 വരെയൊക്കെ ആർത്തവം ഉണ്ടായാൽ മാത്രമേ ആ സ്ത്രീ ഭയങ്കര ഹെൽത്തി ആവുള്ളൂ. ഇപ്പം ഒരു 40 കഴിഞ്ഞിട്ട് ഫൈബ്രോയിഡ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളും എല്ലാം ആയില്ലേ, ഇനിയിപ്പോൾ ആ യൂട്രസ് നമുക്ക് ഹിസ്റ്ററക്ടമി ചെയ്ത് കളയാം. ഹിസ്റ്ററക്ടമി ചെയ്താലും ഈസ്ട്രജൻ ഹോർമോൺ ഇല്ല. ഓവറി അവിടെ നിർത്തിയിട്ട് യൂട്രസ് മാത്രം എടുത്ത് കളയുന്നുണ്ട്. ഈ ഓവറിയാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ ഈ ഓവറിയിൽ നിന്ന് വരുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ കുറയുന്നതിനനുസരിച്ചിട്ട് പ്രേമം മാത്രമല്ല ഇല്ലാണ്ടാവുന്നത്, അവർക്കൊരു ചൂട്, സഹിക്കാൻ കഴിയാത്തൊരു ചൂട് വരുന്നുണ്ട്. അത് പാവങ്ങൾ അതുമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ കൃത്യമായിട്ട് ആയുർവേദ ചികിത്സ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും അറിയുന്നില്ല. ഇയാൾ ഇതിലൂടെ കടന്നു പോകുന്ന ആളും അറിയുന്നില്ല, അയാളുടെ ജീവിതസഖ്യം അറിയുന്നില്ല. ഒരു 12 മാസം കൃത്യമായിട്ട് ആർത്തവം വന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ ആർത്തവ വിരാമമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി നേരത്തെ ഉള്ള ഏജിലാണ് വരുന്നതെങ്കിൽ ഒരു 38, 36 അങ്ങനത്തെ ഏജൊക്കെ ആണെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് കുറച്ചും കൂടി നമുക്ക് ആർത്തവം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. അണ്ടത്തിന്റെ എണ്ണം ചെറുപ്പത്തിൽ തന്നെ നിർണ്ണയിക്കപ്പെടുന്നുണ്ടോ? അതെ. ഒരു ഗർഭിണി പ്രഗ്നന്റ് അയക്കുന്നത് ഒരു മോളെ ആണെങ്കിൽ ആ ഗർഭിണിയുടെ വയറ്റിൻ്റെ ഉള്ളിലെ പെൺകുഞ്ഞിന്റെ ആ ഒരു അണ്ടാശയത്തിൽ ആ കുഞ്ഞിന് എത്ര അണ്ടമുണ്ട് എന്നുള്ളത് നേരത്തെ നിർണയിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ 1 മാസം വലത്തെ അണ്ടാശയത്തു നിന്നാണ് അണ്ടം വരുന്നതെങ്കിൽ 1 മാസം ഇടത്തുനിന്നാണ്. അങ്ങനെയാണ് ആ ഒരു സൈക്കിള് പോയിക്കൊണ്ടിരിക്കുന്നത്. മെനോപോസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവരുടെ ലൈംഗിക ആസക്തിയിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ? ലൈംഗിക ആസക്തിയിൽ കുറവ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇവര് ഹോട്ട് ഫ്ലഷ് എന്നാണ് അതിന് പറയാ. ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാതിരിക്കുക. ഇതൊക്കെ ആ ഒരു ഹോർമോണൽ വ്യതിയാനങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു 1 ഇയർ പീരീഡിലാണല്ലോ, അതിനുശേഷം ഇങ്ങനെ 1 ഇയർ പീരീഡ് കഴിഞ്ഞാലും അതിനോട് അഡാപ്റ്റ് ആവുകയാണ് ചെയ്യേണ്ടത് ബോഡി. ചിലർക്ക് ആ അഡാപ്റ്റേഷൻ കുറച്ചും കൂടി സമയം എടുക്കും. അതിനാണ് ആയുർവേദ മരുന്ന് ഒരുപാട് സഹായിക്കുന്നത്. ഈ പുറമേയുള്ള ചൂടിന് പുറമെ അവർക്ക് വെജൈന ഭാഗത്തും ഈ ഒരു പുകച്ചിൽ കാര്യങ്ങൾ അനുഭവപ്പെടും. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പുകച്ചിൽ ഈ ഒരു ബന്ധപ്പെടുന്ന സമയത്തൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അവരനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു മെനോപോസ് മുമ്പ് 50 വയസ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്പുറത്ത് വന്നുകൊണ്ടിരുന്നൊരു മെനോപോസ് ഇപ്പോൾ നമ്മുടെ ആയുർദൈർഘ്യം കൂടിയിട്ട് പോലും ഇത് പിറകിലോട്ടാണ് സഞ്ചരിക്കുന്നത്. 40 വയസ്സിലൊക്കെ മെനോപോസ് വരുന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ ആയുർവേദത്തിന് മുമ്പിൽ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അണ്ടം നിശ്ചയിച്ചിട്ടാണ് ഈ കുഞ്ഞ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അണ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിന് തീർച്ചയായിട്ടും അതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഓരോരുത്തർ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതശൈലിയും കാര്യങ്ങളും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഈ ഓവറിയും സ്ട്രെസ്ഡ് ഔട്ടാണ്, യൂട്രസും സ്ട്രെസ്ഡ് ഔട്ടാണ്. എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഈ PCOS നമ്മൾ ഒരിക്കലും കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് മാത്രം വരുന്നതല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ഒരാൾക്ക് മാത്രം വരുന്നതല്ല. കുഞ്ഞുങ്ങൾ ഉണ്ടായ ശേഷവും PCOS വരുന്നു. PCOD ഒക്കെ വന്ന ആ ഒരു സമയത്ത് ഓവറിന്ന് ഓം ഡെവലപ്പായിട്ട് ഓവുലേഷൻ
ഓവുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടം പുറത്ത് വരുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്നതാണ്. ഓവുലേഷൻ ആവാതെ അത് അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുകയാണ്. ഇങ്ങനത്തെ കുറേ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഓവറി ആവുമ്പോഴാണ് കുറച്ചുകൂടി നേരത്തെ മെനോപോസ് ആവുന്നത്. അപ്പം ഒരു ക്വാളിറ്റി ഉള്ള അണ്ടം അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു പ്രോസസ്സിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അണ്ടം അവസാനിക്കുന്നത് വരെ നമുക്ക് ഈ ഒരു മെനോപോസ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. മെനോപോസ് എക്സ്റ്റെൻഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് നമ്മൾ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ്. ചിലർ പെട്ടെന്ന് അഡാപ്റ്റ് ആവും, പക്ഷേ ചിലർക്ക് ഈ പറഞ്ഞ ഹോട്ട് ഫ്ലഷ്, പുകച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടും. ഇതിനൊരിക്കലും ചികിത്സ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഇല്ല. നമ്മുടെ ആയുർവേദത്തിൽ കൃത്യമായിട്ട് മരുന്നുകളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ആ ഒരു ലോക്കലി കുറച്ച് ട്രീറ്റ്മെന്റ് ഉണ്ട്. എവിടെയാണോ ചിലർക്ക് ആ ഒരു വെജൈന ഭാഗത്താവും പുകച്ചിൽ കൂടുതലായിട്ടുണ്ടാവുക, അപ്പോൾ ആ ഭാഗത്ത് ചെയ്യേണ്ട കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പുകച്ചിലിനും മാറ്റം വരും. ഈ ഹോർമോണൽ ഇംബാലൻസിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഇതുപോലെ നമ്മളുടെ പിന്നെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, ടീനേജ് കഴിഞ്ഞു, പിന്നെ പഠിപ്പിൻ്റെ സ്ട്രെസ്സായി, കോളേജിൽ പോകുന്നു, യാത്ര ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഇതിനൊരു കല്യാണം കഴിയുന്നു, പിന്നെ പ്രസവിക്കുന്നു. ഈ ഒരു കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ബോധേടാകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള സ്ത്രീ സുഹൃത്തുക്കളൊക്കെ വെറീഡാന്ന് കണ്ടിട്ട് ഞങ്ങളുടെ മെനോപോസ് നേരത്തെ വരുമോ? കാരണം ഇവർ മെനോപോസിന് ആ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. മെനോപോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയല്ല, ശരിക്കുമുള്ള സ്ത്രീ അല്ലാതെ തോന്നലൊക്കെ ഇവർക്ക് പലരും പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഇങ്ങനെ ഓടിത്തളർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ, ഇപ്പോൾ ഒരു 30-35 വയസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ 40 വയസ്സിൽ നിൽക്കുന്ന ഒരു സ്ത്രീ, ഇത് പെട്ടെന്ന് വരാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻ ചെയ്യാനുണ്ടോ? എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ, മരുന്നിൽ, മറ്റെന്തെങ്കിലും കാര്യത്തിൽ, വ്യായാമത്തിൽ, ഏതെങ്കിലും കാര്യത്തിൽ ഈ മെനോപോസ് നേരത്തെ ആവാതിരിക്കാൻ എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കേണ്ടതുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും ഉള്ളവർ എങ്ങനെ വന്നാലും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. റെമഡീസ് ദർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വെറുതെ ഇരിക്കുക, ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കെ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ ഒരു വിഷയം കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ? മീൻസ് ഈ ഒരു ഏരിയയിൽ, മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ നമ്മൾ ഹെൽത്തി ആയിട്ടാണോ നിൽക്കുന്നത് എന്നറിയാൻ എന്തെങ്കിലും ടെസ്റ്റുകളോ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അല്ലെ വെറുതെ ഒരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യാണോ ചെയ്യുന്നത്? ഒരു AMH എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ആ AMH കുറയുന്നത് അനുസരിച്ച് നമ്മുടെ ഈ ഒരു യൂട്രസിന്റെ ഹെൽത്ത്, ഓവറിന്റെ ഹെൽത്ത് ഒക്കെ കഴിഞ്ഞു തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. സൈക്കോളജിക്കലി ഇവർ ഭയങ്കര സ്ട്രെസ്ഡ് ആവും എപ്പോഴും ഈ മെനോപോസ് അടുക്കുമ്പോൾ. കാരണം ഈ ലേഡി, ഏതൊരു സ്ത്രീ ആയാലും ഒരു ടെൻഷനോടെ മാത്രമാണ് മെനോപോസിനെ കാണുക. എപ്പോഴും അങ്ങനെ തന്നെ കാണുള്ളൂ. കാരണം ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഇവരെപ്പോഴും സ്ട്രെസ്ഡ് ആണ്. അപ്പം ഇവർക്ക് വേണ്ടത് നല്ലൊരു കൗൺസിലിംഗ് തെറാപ്പിയാണ്. അപ്പം ഏറ്റവും നന്നായിട്ട് കൗൺസിൽ ചെയ്തിട്ട് ഇവരുടെ ആ ഒരു സ്ട്രെസ് റിലീവ് ചെയ്യുക. അതിന് കുറേ യോഗ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ എക്സസൈസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരുടെ ആ സ്ട്രെസ് കുറച്ചാൽ തന്നെ കുറേ കൂടി സ്ട്രെസ് ഓവർകം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാവേണ്ടത് ചിലപ്പോൾ നേരത്തെ ആയിന്നും വരും. ഈ സ്ട്രെസ് ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നല്ലൊരു കൗൺസിലിംഗ്, അതിൻ്റെ കൂടെ തന്നെ വേറെ അസോസിയേറ്റ് ആയിട്ട് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവും. കാരണം എപ്പോഴും എല്ലാവരും കംപ്ലീറ്റ് ഓപ്പൺ അപ്പ് ആവില്ല. അപ്പോൾ നമ്മളെടുത്ത് പേഷ്യൻസ് വരുമ്പോഴന്നെ മെനോപോസിൻ്റെ കാര്യം അവർ പറയില്ല. മുട്ടുവേദന ആയിട്ടാവും വന്നിട്ടുണ്ടാവും. മുട്ടുവേദന വരും, ഈസ്ട്രജൻ കുറയുമ്പം അത് ഫസ്റ്റ് വരുന്നത് മുട്ടുവേദനയാണ്. ബാക്കിയെല്ലാം ഇവർ സപ്രസ് ചെയ്യും. പിന്നെ നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോഴാണ് പേഷ്യൻസ് തന്നെ ഭയങ്കര മടിയാണ് അവർക്ക് പറയാൻ. ഈ ചുട്ടുപൊകച്ചിലും കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എങ്ങനെയാണ് വെച്ചാൽ അതിപ്പോൾ എന്താ, അതൊന്നും കാര്യമാക്കണ്ടല്ലോ എന്നുള്ളൊരു. പക്ഷേ ഇവരെ ഈ റിലേഷൻ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഈ ഒരു ലേഡി കാമാണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു റിലേഷൻ എപ്പോഴും സക്സസ്സേ ആവുള്ളൂ. ഈ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ മെനോപോസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളും തൊഴിലെടുക്കാത്ത സ്ത്രീകൾ, ഇപ്പോൾ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ കൂടുതലാണ്, അവർക്ക് നേരത്തെ മെനോപോസ് വരുന്ന അങ്ങനെ വല്ല എന്തെങ്കിലും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അവരുടെ ഫുഡ്, അവരുടെ ശീലങ്ങൾ. കാരണം ഉറപ്പായിട്ടും തൊഴിലിന് പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലിരിക്കുന്ന സ്ത്രീയെ പോലെ അത്ര ക്രമത്തിൽ ഇതൊന്നും സാധ്യമല്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പം തൊഴിലുള്ള സ്ത്രീകൾ, തൊഴിലില്ലാത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ജോലിയുടെ സ്വഭാവം എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുറേ കാര്യങ്ങൾ. ഒരു കായികാധ്വാനമുള്ള ജോലിയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങളൊക്കെ. അതില്ലാത്ത മാനസിക സമ്മർദ്ദം ചെലുത്തുന്ന ജോലിയാണെങ്കിൽ അതിനായിട്ടുള്ള ഒരു ബ്രേക്ക് അവർ കണ്ടെത്തണം. ഈ ജോലിയോട് കൂടെ തന്നെ ആഹാരം, അവരുടെ
ഉറക്കം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചിട്ടയായിട്ട് പോയാൽ മാത്രമേ ഈ മെനോപോസ് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു ടൈമിലാവുള്ളൂ. അല്ലാതെ ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഒരു കൗൺസിലിംഗ് തെറാപ്പി എടുക്കേണ്ടവരാണെങ്കിൽ, അത്രയും സ്ട്രെസ്ഫുൾ ആണെങ്കിൽ അവരത് എടുത്തേ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഈ സ്ട്രെസ്സും കാര്യങ്ങളും കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദത്തിലും ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. ധാര, അതൊക്കെ ഭയങ്കര സ്ട്രെസ് റിലീവിങ് ആണ്. എപ്പോഴും ഈ സ്ത്രീകളുണ്ട്, സ്ട്രെസ് ഉണ്ടോ അവരത് അങ്ങനെ കൊണ്ട് നടക്കും, ആരെടുത്തും അത് പറയില്ല, അത് ഷെയർ ചെയ്യില്ല. വൺസ് നമ്മളൊരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ഇറ്റ് എന്നാണ് പറയുക. അപ്പം നമ്മളത് ഷെയർ ചെയ്തിട്ട് എല്ലാം കൂടി എന്താ പറയുക, എല്ലാ ബേർഡനും അവർ ചുമന്നാലേ ആവുള്ളൂ എന്നാണ് എപ്പോഴും സ്ത്രീകളുടെ ഒരു ലൈൻ വരുന്നത്. അപ്പം ഇന്നിപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും അവർക്ക് കായികമായിട്ടുള്ള അവർ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി സ്ട്രെസ് അവിടെയും ഉണ്ട്. അപ്പം എപ്പോഴും ഈ ഒരു മെനോപോസ് എന്നുള്ള ഒരു കാര്യം ഭീമമായിട്ടൊരു ഭീകരമായിട്ടൊരു പേടിയായിട്ട് അതിനെ സമീപിക്കാതെ കൺസൾട്ട് ചെയ്യേണ്ട സമയത്ത് എല്ലാവരും ഫ്രീ ടു കൺസൾട്ട് ആണ്. ഒരു ഡോക്ടറെ അടുത്ത് പോയി സമാധാനമായിട്ട് സംസാരിച്ചാൽ തീരുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് അവരുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു അനുഗ്രഹം തന്നെ ആയിത്തീരും.